നമസ്കാരം. അഭിജിത്ത് ദീപ്കെ അങ്ങ് കരഞ്ഞു മെഴുകി അവസാന തടവ് തന്നെ എടുത്തു. സോനം വാങ്ചുക്കിനെ ദ്രോഹിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് കരച്ചിൽ വന്നതാണ് എന്നൊക്കെയാണ് പറച്ചിൽ. നമുക്കൊരു ദൃശ്യം കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് സോനം വാങ്ചുക്കിൻ്റെ ഒരു നിരാഹാര സമരത്തിനിടയിൽ നമ്മുടെ അഭിജിത്ത് ദീപ്കെ ഭക്ഷണം കഴിക്കുന്നതാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. എന്ത് ഉപേക്ഷിച്ചാലും ഭക്ഷണം ഉപേക്ഷിക്കില്ല എന്ന് ഇതിൽ തന്നെ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ സമരത്തിന് വന്നിരിക്കുന്നത്. എന്തായാലും കരച്ചിലിൽ പ്രധാനമായിട്ടും സോനം വാങ്ചുക്കല്ല, ഭക്ഷണം പോയതാകാം കാരണം എന്നാണ് മറ്റു പല ആൾക്കാരും പറയുന്നത്, നിരീക്ഷകരടക്കം. എന്തായാലും ഈ രീതിയിലാണ് അവരുടെ സമരം മുന്നോട്ട് പോകുന്നത്. സമരത്തിൽ ആദ്യം വന്നത് ഈ CJP-കാരാണ് എങ്കിലും CJP-കാരെ കൊണ്ട് ഈ സമരം മുന്നോട്ട് നയിച്ച കൂട്ടിയാൽ കൂടൂല എന്ന് ഈ സമരത്തിൻ്റെ ഓണർമാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ തന്നെ പിന്നീട് ഇറങ്ങുകയുണ്ടായി. കാരണം ആദ്യം ഒരു ലാത്തി ചാർജ് വരും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആദ്യം ഉണ്ടായ ആവശ്യം വേണ്ടിയിരുന്ന ലാത്തി ചാർജ് അങ്ങനെ നടക്കുന്നില്ല. ഓരോ ദിവസവും നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പോലീസ് ചാർജോ പോലീസ് ഇതിലിറങ്ങുന്ന ഒരു കാര്യവും നടക്കുന്നില്ല. തങ്ങളെ ആരും മൈൻഡ് ആക്കുന്നില്ല. അവർക്ക് ബോധ്യമായപ്പോഴത്തേക്കും ഇവരുടെ പിന്നിൽ നിൽക്കുന്ന യഥാർത്ഥ ഇവരുടെ ഓണർമാർ ഇറങ്ങി. അങ്ങനെയാണ് സോനം വാങ്ചുക്ക് വരുന്നതും പ്രകാശ് രാജ് വരുന്നതും ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാർ വരുന്നതും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് വന്ന നമ്മുടെ പ്രകാശ് രാജിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര പാസ്പോർട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് രാജ്യവിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നത്. ഇനി സോനം വാങ്ചുക്കിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമായ സംഭവമൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലഡാക്കിൽ സ്വയംഭരണം വേണം എന്നുള്ളതാണ്. അതായത് ലഡാക്കിൽ ഒരു സംസ്ഥാന പദവി ലഭിക്കണം. ലഡാക്ക് എങ്ങനത്തെ പ്രദേശമാണ് എന്ന് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ചൈനയുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് ഒരു സംസ്ഥാന പദവി കൊടുക്കുന്നത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. ഇത്തരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കിയിരിക്കുന്നത്. അത്തരത്തിലൊരു സംസ്ഥാന പദവി കൊടുക്കുന്നത് അപ്രായോഗികമായ കാര്യമാണ്. ഇനി സംസ്ഥാന പദവി കൊടുത്താൽ മാത്രം പോരാ, അവിടെ സ്വയംഭരണ അവകാശത്തോടുകൂടിയുള്ള കൗൺസിലുകൾ രൂപീകരിക്കണം. ഇതിലും ഭേദം അവിടെ ഒരു രാജ്യമാക്കി മാറ്റിത്തരണം എന്ന് സോനം വാങ്ചുക്ക് തന്നെ പറയേണ്ടതായിരുന്നു. ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ചൈനീസ് ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ഇന്ത്യക്കെതിരെ പോരാടുന്ന ആളാണെന്ന് കൃത്യമായ രീതിയിൽ ആരോപണങ്ങൾ പല കോണിൽ നിന്ന് വരുന്ന നേതാവാണ് ഈ സോനം വാങ്ചുക്ക്. അപ്പോൾ സോനം വാങ്ചുക്കായി, പ്രകാശ് രാജായി, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ആൾക്കാരായി ഇവരെല്ലാവരും തന്നെ, ഈ മാരീജന്മാരെല്ലാവരും തന്നെ ഒരുമിച്ച് പ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതുകൂടെ ആയപ്പോഴാണ് പോലീസ് ലാത്തി ചാർജിലേക്ക് നീങ്ങുന്നത്. കാരണം ഇനിയും കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവർ തലേ കയറിയിരിക്കും എന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ലാത്തി ചാർജ് വരുന്നു. അപ്പോൾ ഇവരുടെ തനി സ്വരൂപം രാജ്യം കണ്ടു കഴിഞ്ഞു. ഇത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണ നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. കാരണം ഇങ്ങനത്തെ പല സമരങ്ങളും കണ്ടിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. ഇവരാദ്യം കർഷക സമരവുമായിട്ട് വന്നു. അതിൻ്റെ ടൂൾ കിറ്റ് അടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വന്നതെന്ന് അന്നേ തെളിവുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ കർഷക സമരമായി. പിന്നെ വ്യവസായ മേഖലയെ സ്തംഭിപ്പിക്കുവാൻ മറ്റൊരു സമരം നടത്തി. അതിൻ്റെ ഗൂഢാലോചനയും പൊളിഞ്ഞു. അതിനുശേഷമാണ് CJP-യുടെ വരവ്. CJP-യുടെ വരവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കരഞ്ഞു മെഴുകുന്ന ആളിൻ്റെ പഴയ ഗുരുനാഥൻ, അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ എല്ലാമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ, അദ്ദേഹം ഇതേപോലെ അവശ്യഘട്ടങ്ങളിൽ കരച്ചിൽ പുറത്തെടുത്തുകൊണ്ട് വിജയം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന നേതാവാണ്. അപ്പോൾ ഈ രീതിയിൽ കരച്ചിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പഴുതാരകൾ എല്ലാവരും കൂടെ നേരെ നരേന്ദ്രമോദിക്ക് നേരെയാണ് നീങ്ങിയത്. അദ്ദേഹത്തിനുണ്ട് ഇതൊന്നും രോമത്തിൽ പോലും സ്പർശിക്കുന്ന കാര്യമല്ല. ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇതേപോലെ ഒരു മോങ്ങൽ നാടകം നടത്തിയിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യവും സ്ട്രാറ്റജിയും എല്ലാം ഒരേ ദിശയിൽ തന്നെ, ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. പക്ഷേ അതിന് കാര്യമായ ഒരു രീതിയിലും ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി ഏത് CJP വന്നാലും, ഇനി എവിടെയൊക്കെ നടത്തി വിജയിച്ച സ്ട്രാറ്റജികൾ എടുത്തുകൊണ്ട് ഇവിടെ വന്നാലും, ഇപ്പോൾ ജൻസി കലാപവും മറ്റ് അറബ് വസന്തവും ഒക്കെ നടന്നിട്ടുണ്ട്, അതേ രീതിയിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാൻ വിചാരിച്ചാൽ ഒരു കുലുക്കവും നരേന്ദ്രമോദിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം എന്താണോ തീരുമാനിച്ചിട്ടുള്ള കാര്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും, നടത്തിയെടുക്കുക തന്നെ ചെയ്യും.